ക്രിസ്മസിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമ്മോടൊപ്പം പങ്കുവെക്കാനായി കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ റവറൻഡ് ഡോക്ടർ ഫാദർ ഫിലിപ്പ് കവീൽ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഫാദർ, നമുക്കറിയാം ക്രിസ്മസിന്റെ ഒരുക്കങ്ങളിലാണ് നാടും നഗരവും വീടുകളും എല്ലാം. പക്ഷേ പണ്ടത്തെ പോലെ ഇപ്പോൾ ഒരു ഒത്തുചേരലുകൾ ആ ക്രിസ്മസ് ആഘോഷങ്ങളിൽ ഉണ്ടോ? അച്ഛൻ എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? ക്രിസ്മസ് എന്ന് പറയുന്നത് ഒരു ഒത്തുചേരലിന്റെ, കൂട്ടായ്മയുടെ, സഹോദര്യത്തിന്റെ, കുടുംബ അന്തരീക്ഷത്തിന്റെ ഒക്കെ ഒരു തിരുനാളാണ്. കാരണം ദൈവം തന്നിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ തന്റെ കൂട്ടായ്മയിലേക്ക് തിരികെ വിളിക്കുവാൻ വേണ്ടിയാണ് സ്വയം ഈശോ മിശിഹായായിട്ട് ജന്മം കൊണ്ടത് എന്ന് പറഞ്ഞ മനുഷ്യാവതാരം. ഈ മനുഷ്യാവതാരത്തിന്റെ മഹനീയമായ കഥകളൊക്കെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുന്നത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധവും മനുഷ്യനും തമ്മിലുള്ള ബന്ധവും വിളക്കി ചേർക്കാൻ വേണ്ടിയാണ്. നഷ്ടപ്പെട്ടു പോയത് വീണ്ടെടുക്കാൻ. ഊഷ്മളമായ ദൈവബന്ധവും മനുഷ്യബന്ധവും ആണ് ഈ സത്യത്തിൽ ക്രിസ്മസിന്റെ ആകെത്തുക എന്ന് പറയുന്നത്. ക്രിസ്മസ് നാളുകളിൽ ഇപ്പൊ പാശ്ചാത്യ നാടുകളിലൊക്കെ ആണെങ്കിൽ അവരുടെ വീട്ടിലുള്ള ഒരു കുടുംബാംഗങ്ങൾ എല്ലാവരും ഒന്നു ചേരുകയും ക്രിസ്മസ് രാത്രിയിൽ വളരെ വലിയ ആഘോഷം നടത്തുകയും ചെയ്യും. പള്ളിയിൽ പോയി വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് ക്രിസ്മസിന്റെ തിരുക്കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് അവർ വീട്ടിൽ വന്ന് ഒരുമിച്ചിരിക്കുകയും ആ രാത്രിയിൽ ആ കുടുംബ കൂട്ടായ്മ, കുടുംബ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്ന ഒരു വലിയ പാരമ്പര്യം പാശ്ചാത്യ രാജ്യങ്ങളിൽ നമ്മുടെ നാട്ടിലും ഉണ്ട്. അപ്പൊ അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. ഈ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് ബന്ധങ്ങളുടെ ഒരു ആഘോഷമാണ്. അത് എന്ത് ബന്ധമാണെന്ന് വെച്ചാൽ ദൈവവുമായിട്ട് ഓരോ മനുഷ്യനുള്ള ബന്ധം. ഈ ബന്ധം വിളക്കാൻ ദൈവം വിളക്കി ചേർക്കാൻ പരിശ്രമിച്ചപ്പോൾ സംഭവിച്ചത് അവന് പിറക്കാൻ ഇടം കിട്ടിയില്ല എന്നുള്ളതാണ്. ബൈബിളിൽ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സത്രത്തിൽ അവൻ ഇടമില്ലായിരുന്നു. പല വാതിലുകളും കൊട്ടി നോക്കിയ യോസേപ്പും മേരിയും തങ്ങളുടെ പുത്രനെ, അല്ലെങ്കിൽ ഈ ദൈവമായ കർത്താവ് മനുഷ്യനായി പിറക്കാൻ വേണ്ടി ഒരു ഇടം തരുമോ എന്ന് ചോദിച്ചു. പക്ഷെ ഇടം കിട്ടിയില്ല. ഈശോയ്ക്ക് ദൈവത്തിന് തീർച്ചയായിട്ടും ഒരു ഇടമുള്ള സ്ഥലം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, പക്ഷേ ഈ ഇടമില്ലാത്ത ആളുകളുടെ ഹൃദയങ്ങളിൽ പിറക്കാനാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓർക്കണം. ബാഹ്യമായ കുറെ ആഘോഷങ്ങൾ കൊണ്ട് മാത്രം കാര്യമില്ല. നമ്മുടെ ഹൃദയങ്ങളില് മറ്റു മനുഷ്യർക്ക് ഇടമുണ്ടോ? ദൈവത്തിന് ഇടമുണ്ടോ? ദൈവിക ചിന്തകൾക്ക് ഇടമുണ്ടോ? ദൈവിക മൂല്യങ്ങൾക്ക് ഇടമുണ്ടോ? ഏറ്റവും വലിയ ദൈവിക മൂല്യം എന്ന് പറയുന്നത് സ്നേഹിക്കുക എന്നുള്ളതാണ്. ഈശോ തന്നെ അത് തന്നെയാണ് നമ്മളെ പഠിപ്പിച്ചത്. കാരണം ഈ മത്തായിയുടെ സുവിശേഷം 25-ാം 40-ാം വചന കൃത്യം പറയുന്നുണ്ട്, ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. ക്രിസ്മസിലൂടെ ദൈവം പരിശ്രമിക്കുന്നതും ഈ മനുഷ്യരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനും അതിലൂടെ ദൈവത്തിന്റെ മക്കളായ എല്ലാ മനുഷ്യരും പരസ്പരം സ്നേഹത്തിൽ ജീവിക്കുവാനും കൂട്ടായ്മയിൽ ജീവിക്കുവാനാണ്. ഈ കൂടിച്ചേരലാണ് നമ്മുടെ കുടുംബങ്ങളില്, നമ്മുടെ ഇടവകളില്, നമ്മുടെ കൂട്ടായ്മകളില് സത്യത്തിൽ ഉണ്ടാകേണ്ടത്. അതിന് ആദ്യമായിട്ട് വേണ്ടത് പങ്കുവയ്ക്കലാണ്. അതുകൊണ്ടാണ് നമ്മൾ ക്രിസ്മസിന് കേക്ക് മുറിച്ച് പരസ്പരം കൊടുക്കുന്നത്. ഒരു കേക്ക് മുറിച്ച് കൊടുക്കുക എന്നുള്ളതൊരു ആചാരം മാത്രമല്ല, അതിലൂടെ വലിയൊരു സന്ദേശവും പകർന്നു കൊടുക്കുന്നുണ്ട്. പരസ്പരം കൊടുക്കുക, നമ്മുടെ ജീവിതം മറ്റുള്ളവർക്കായി വ്യയം ചെയ്യുക. അപ്പൊ ഈ കൂടിച്ചേരല് വളരെ പ്രധാനപ്പെട്ടതാണ്. ക്രിസ്മസിനെ ഭൗതിക ഒരു നക്ഷത്രം തൂക്കിയത് കൊണ്ടോ കുറച്ച് കളറുള്ള ബൾബുകൾ അലങ്കരിച്ചു വെച്ചുകൊണ്ട കാര്യമല്ല. മനുഷ്യ മനസ്സുകളില് പുതിയൊരു പ്രകാശം ഉദിക്കുന്നതാണ് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ. ഈ പ്രകാശത്തിന്റെ വെളിച്ചത്തില് മനുഷ്യര് തമ്മിൽ ബന്ധത്തിൽ വരണം. ശരിക്കും ഇപ്പൊ അച്ഛൻ അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നത്. അതായത് കാലങ്ങളായിട്ട് നമ്മൾ മലയാളികൾ പ്രത്യേകിച്ചും കരുതി വന്നിരുന്ന, നമ്മുടെ പഴയ തലമുറയൊക്കെ നമുക്ക് കൈമാറി തന്നിരുന്ന ഒരു കുടുംബ ഭദ്രത ഇപ്പോൾ എവിടെയോ നഷ്ടപ്പെട്ടു പോയി എന്ന് നമുക്ക് വിചാരിക്കേണ്ടി വരുമോ? ശരിക്കും ആ കുടുംബത്തിന്റെ ഭദ്രത അല്ലെങ്കിൽ കൂട്ടായ്മ, കുടുംബം എന്ന് പറയുന്നതിൽ തന്നെ എന്താണ് അർത്ഥമാക്കുന്നത്? ഒരുമിച്ചായിരിക്കുന്ന അവസ്ഥയാണ്. ഇപ്പൊ പല കാരണങ്ങൾ കൊണ്ടും പല ആളുകളും വിദേശങ്ങളിലും അകലങ്ങളിലേക്കും ചേക്കേറിയിരിക്കുകയാണ്. അത് ജീവിക്കാൻ വേണ്ടി സമ്പാദിക്കാൻ ആവശ്യമായിരിക്കാം. പക്ഷേ ഈ ക്രിസ്മസ് അവസരത്തിലെങ്കിലും തങ്ങൾക്ക് ജന്മം നൽകിയ മാതാപിതാക്കളോടൊപ്പം തങ്ങളുടെ സ്വന്തമായിട്ടുള്ള സഹോദരങ്ങളോടൊപ്പം ചെലവഴിക്കാനുള്ള അവസരം കണ്ടെത്തേണ്ടതാണ്. ഇന്നത്തെ കാലത്ത്, ആധുനിക കാലഘട്ടത്തിൽ ആർക്കും ഒന്നിനും സമയമില്ല. സമയം കിട്ടണമെങ്കിൽ നമ്മൾ മനസ്സിൽ വിചാരിക്കണം. എത്ര തിരക്കുള്ള ആളുകൾക്കും മനസ്സുകൊണ്ട് വിചാരിച്ചാൽ സമയം ഉണ്ടാക്കാൻ സാധിക്കും. ഈ ക്രിസ്മസ് എനിക്ക് എൻ്റെ കുടുംബവുമായിട്ട് ചേർന്ന് ജീവിക്കാനുള്ള, അല്ലെങ്കിൽ ഒരുമിച്ചായിരിക്കാനുള്ള അവസരമായിരിക്കണമെന്ന് ഞാൻ ചിന്തിച്ചാൽ അത് നടക്കും. അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും അടുത്തുള്ള ആളുകളുമായിട്ടുള്ള ബന്ധം ഞാൻ പുനഃസ്ഥാപിക്കണം. അവരോടുള്ള ഊഷ്മളമായ ബന്ധത്തിൽ ജീവിക്കണം. അതിന് ഈ ക്രിസ്മസിൽ ഞാൻ അവരുമായിട്ട് ഒരുമിച്ചായിരിക്കും എന്ന് നേരത്തെ പ്ലാൻ ചെയ്താൽ നടക്കാത്തതായിട്ട് ഇവിടെ ഇല്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മൾ ഈ
ആഘോഷങ്ങളുടെയൊക്കെ പിന്നിലുള്ള യഥാർത്ഥത്തിലുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ സ്നേഹബന്ധം, കുടുംബ ബന്ധം വളരെ പ്രത്യേകിച്ച് നമ്മളുടെ മാതാപിതാക്കളെ കണ്ടെത്തുക, അവരോട് കൂടി ആയിരിക്കുക, അവർക്ക് സ്നേഹം പകർന്നു കൊടുക്കുക, അതുപോലെ സഹോദരങ്ങളെ പരസ്പരം സ്നേഹിക്കുക, മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുക. ഈ കുടുംബ ബന്ധത്തിലുള്ള ഇഴയടുപ്പം ഈ ക്രിസ്മസിൽ നമുക്ക് വീണ്ടെടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ കാരണത്താൽ മനുഷ്യരാണല്ലോ നമ്മള്, ചെറുതായിട്ട് പിണങ്ങിയൊക്കെ നിൽക്കുന്നവരുണ്ടെങ്കിൽ, അകൽച്ചയുള്ളവരുണ്ടെങ്കിൽ അതൊക്കെ അകറ്റി വീണ്ടും പഴയ ഊഷ്മള സ്നേഹത്തിലേക്കും യഥാർത്ഥ സ്നേഹത്തിലേക്കും തിരികെ വരുവാനുള്ള ഒരു വിളി കൂടിയാണ് ദൈവം ഈ ആഘോഷത്തിലൂടെ നമുക്ക് തരുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് അടിസ്ഥാനപരമായിട്ട് ഞാൻ പറയും, നമ്മുടെ വിശ്വാസം അനുസരിച്ച് നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധം വിളക്കി ചേർക്കണം. അതോടൊപ്പം നമ്മുടെ കുടുംബ ബന്ധങ്ങള്, സഹോദര ബന്ധങ്ങള്, അതുപോലെ ഇടവക കൂട്ടായ്മ, വിശ്വാസ കുടുംബം എന്ന കൂട്ടായ്മ, മറ്റ് സാർവത്രികമായ സാഹോദര്യം, ഈ ബന്ധങ്ങളൊക്കെ നമ്മൾ വളർത്തിയെടുക്കുകയും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ തിരുത്തുകയും ചെയ്യാനുള്ള അവസരം കൂടിയാണ് ക്രിസ്മസ്. അങ്ങനെ ചെയ്തെങ്കിലേ ദൈവം നമ്മളിൽ വന്ന് പിറക്കുകയുള്ളൂ. അതിനുവേണ്ടിയാണ് ദൈവം മനുഷ്യനായി പിറന്നത്. അല്ലെങ്കിൽ ദൈവത്തിന് ദൈവമായി അവിടെ ഇരുന്നാൽ മതിയായിരുന്നല്ലോ. ദൈവം മനുഷ്യനായി പിറന്നത് മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, മനുഷ്യരിലെ ദൈവിക അംശത്തെ വളർത്താൻ, സ്നേഹത്തിലും സാഹോദര്യത്തിലും കരുണയിലും പരസ്പരം വളരുവാനുള്ള ഒരു വലിയ സന്ദേശമാണ് ക്രിസ്മസ് നമുക്ക് ഓരോരുത്തർക്കും തരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ ശരിയാണ്. വളരെ നന്ദി അച്ഛൻ, നമ്മളോടൊപ്പം കൂടുതൽ വിവരങ്ങളുമായിട്ട് വളരെ സന്തോഷപൂർവ്വം നമ്മളോടൊപ്പം പങ്കുചേർന്നതിന് വളരെ നന്ദി. എനിക്ക് അച്ഛൻ പറഞ്ഞത് വളരെ കൃത്യമായ ഒരു കാര്യമാണ്. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ക്രിസ്മസിന്റെ യഥാർത്ഥ സന്ദേശം നമ്മൾ ഉൾക്കൊണ്ട് ബാഹ്യമായ ആഘോഷങ്ങൾക്ക് പുറമേ ഓടാതെ ആന്തരികമായും ആത്മീയമായും എല്ലാം നമ്മൾ ഒരുങ്ങേണ്ടതുണ്ട് എന്നൊരു വലിയ സന്ദേശമാണ് അച്ഛൻ നമ്മോടൊപ്പം പങ്കുവച്ചത്.